ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ. നല്ല തന്തയ്ക്കും തള്ളയ്ക്കും ജനിക്കാത്ത ഒരു ജാരസന്തതി, അതായത് ഹറാത്തിലുണ്ടായെന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. അങ്ങനെ ഹറാത്തിലുണ്ടായിട്ടുള്ള ഒരു ഹറാം പറന്നവന്റെ വീഡിയോമായിട്ടാണ് ഇന്ന് പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തുന്നത്. വളരെ വിഷമത്തോടു കൂടി തന്നെയാണ് ഞാൻ ഇത് പറയുന്നത്. കാരണം ഈ നാട്ടിൽ ഭരണഘടനയുണ്ട്, ഭരണഘടന അനുസരിച്ചിട്ടാണ് ഇവിടെ എല്ലാവരും ജീവിക്കുന്നത്. ഇവിടെ മതമുള്ളവനും മതമില്ലാത്തവനും അവന്റെ വിശ്വാസത്തിൽ ഊന്നി അവർക്ക് ജീവിക്കാനായിട്ടുള്ള എല്ലാ റൈറ്റ്സും നമ്മുടെ ഭരണഘടന നൽകുന്നുണ്ട്. ഇവിടെ ഒരു മതത്തെയും കുറിച്ചിട്ട് അവരുടെ വിശ്വാസങ്ങളെയും കുറിച്ചിട്ട് തള്ളി പറയാൻ പാടില്ല, അല്ലെങ്കിൽ അവന്റെ ഇഷ്ടത്തിന് അവൻ ജീവിച്ചു പൊക്കോട്ടെ എന്ന് വിചാരിക്കണം. ഇവിടെ ആരും കയറിയിട്ട് ഈ ഊളേനെ ഒന്നും ചൊറിയാനായിട്ട് ആരും പോകുന്നില്ല. പക്ഷേ കാലം കുറേയായിട്ട് ഇവിടുത്തെ ഇസ്ലാം മതത്തെ കുറിച്ചിട്ട് തെമ്മാടിത്തരവും തെണ്ടിത്തരവും പറയുന്ന ഈ ഹറാം പറന്നവനെ കുറിച്ചിട്ട് പറയാതിരിക്കാൻ നിവർത്തിയില്ല പ്രിയപ്പെട്ടവരെ. കാരണം റമദാൻ മാസമാണ്. റമദാൻ മാസം ആകുമ്പോഴത്തേക്ക് ഇവന് നല്ല രീതിയിലൊരു ചൊറിച്ചിലുണ്ടാകും. അപ്പൊ ആ ചൊറിച്ചിലും കൊണ്ട് ഇവൻ സോഷ്യൽ മീഡിയയിൽ സമൂഹ മാധ്യമങ്ങളിലും വന്നിരുന്ന് ഒരു മതത്തെ കുറിച്ചിട്ട്, ആ മതത്തിന്റെ വിശ്വാസങ്ങളെ കുറിച്ചിട്ട്, ആ മതത്തിന്റെ ആചാരങ്ങളെ കുറിച്ചിട്ട് ഇത്രയും തെമ്മാടിത്തരം പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് നമ്മുടെ നിയമ സംവിധാനങ്ങൾ ഇവനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാത്തത്? പിന്നെ ഈ പറയുന്നവൻ ഇവൻ ഇസ്ലാം മതത്തെക്കുറിച്ചല്ലാതെ മറ്റേതെങ്കിലും ഒരു മതത്തിന്റെ വിശ്വാസങ്ങളെയോ ആചാരങ്ങളെ കുറിച്ചിട്ട് ഇസ്ലാമിനെ വിമർശിക്കുന്നത് പോലെ മറ്റേതെങ്കിലും മതത്തെ കുറിച്ചിട്ട് ഇവൻ വിമർശിക്കുമോ? വിമർശിച്ചാൽ ഇവന്റെ കിടുങ്ങാമണി കാണത്തില്ല. കാരണം പിള്ളേര് കയറി ആ സെല്ലിലൂടെ അടിച്ച് പൊട്ടിച്ചു കളയും. ഈ ഊളയുടെ, ഈ ദജ്ജാലിന്റെ ഇവനെ കാണുമ്പോൾ ലൈനത്തുല്ലാഹി അലൈഹി എന്ന് പറയണം. കാരണം അതുപോലത്തെ ഒരു ജന്മം. ഇവൻ പറയുന്നത് എന്താണ് എന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒന്ന് കേട്ടിട്ട് ഇതിനൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ പ്രതികരിക്കണം. കാരണം പ്രതികരിക്കാത്തത് കൊണ്ടാണ് ഇവൻ ഇതുപോലെ ഇരുന്നുകൊണ്ട് തെമ്മാടിത്തരം പറയുന്നത്. നല്ല തല്ല് കിട്ടാത്തതിന്റെ ഒരു സോക്കേടാണ് ഇവനെന്നുള്ളത് നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അസ്സലാമു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ കള്ളപ്പട്ടിണി ദിനാശംസകൾ. എന്താണെന്നറിയില്ല, ഈ തവണത്തെ റമദാൻ തുടങ്ങിയതിന് ശേഷം വലിയ തള്ളിമറിക്കലൊന്നും കാണുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ റമദാൻ അങ്ങോട്ട് തുടങ്ങുമ്പോഴേക്കും റമദാനിൻ്റെ പോരിഷ പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ തലങ്ങും വിലങ്ങും ചീറിപ്പായേണ്ടതാണ്. ആ കൂടി കണ്ടത് ഏതൊരു മൊട്ടത്തലയും ഡോക്ടറെന്തോ ചില മണ്ടത്തരങ്ങളൊക്കെ പറഞ്ഞ് ഈ നോമ്പ് നോക്കണ്ട എന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകളെ പോലും പിടിച്ചുകൊണ്ട് പോയിട്ട് മൂപ്പര് നോമ്പ് നോക്കിക്കുന്ന അവസ്ഥയാണ് നമ്മളിവിടെ കണ്ടത്. പോട്ടെ, അത് നമ്മളെ പുള്ളിയുടെ കച്ചവടമാണല്ലോ, ജീവിച്ചു പോട്ടെ, പുള്ളിക്കും ജീവിക്കണമല്ലോ, പുള്ളി അങ്ങനെ ചെയ്യുന്ന ആളാണെന്നാണ് നമ്മൾ അറിഞ്ഞത്. പോട്ടെ. അപ്പോൾ എന്തായാലും കുരു ഒന്നും പൊട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ക്രിസ്മസിനും മരവണ പായസം കുടിച്ചുമൊക്കെ നമ്മൾ കുരു പൊട്ടിച്ചാണല്ലോ. അപ്പോൾ റമദാനിനും കുരു പൊട്ടിച്ചില്ല എന്നുണ്ടെങ്കിൽ ചില കീഴ്വഴക്കങ്ങളാവുമ്പോൾ അതങ്ങോട്ട് പൂർത്തീകരിക്കണമാണല്ലോ അതിൻ്റെ ഒരു രീതി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചില റമദാൻ സ്പെഷ്യൽ വിഭവങ്ങൾ അത് ബിസ്മി ചൊല്ലിക്കൊണ്ട് തന്നെ കഴിച്ച് നമുക്ക് അതൊന്ന് അങ്ങ് കുരു പൊട്ടിച്ച് കളയാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സാധാരണ ഈ റമദാൻ എന്ന് പറയുമ്പോൾ വലിയ സംഭവങ്ങളാണ് പറഞ്ഞു വെക്കുന്നത്. അത് ആരോഗ്യത്തിന് വളരെ വലിയ ഗുണമുള്ള സാധനമാണെന്നാണ് പറയാം. ആരോഗ്യത്തിന് ഗുണമുള്ള ഒരു സാധനമാണെന്ന് വിചാരിച്ചിട്ട് ഒരു ബ്ലാങ്കറ്റ് സൊല്യൂഷനായിട്ട് ഒരു ദൈവം ഇറക്കുന്നുണ്ടെങ്കിൽ ആ ദൈവം ഒരു ദുരന്തമാണെന്ന് ഒന്നാമത്തെ കാര്യം പറയാനുള്ളൂ. കാരണം അങ്ങനെ ഒരു ഗ്ലോബൽ ഒരു സൊല്യൂഷനായിട്ടൊരു സാധനമില്ല. ഒരൊറ്റമൂലി എന്ന് പറയുന്ന രീതിയിൽ ഒരു സാധനം ഇറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദൈവത്തിന് ആരോഗ്യം എന്ന് പറയുന്നതുമായി കണക്ട് ചെയ്തുകൊണ്ട് ഒരു ABCD ഒരു അലിഫ് ബാത്ത പോലും അറിയില്ല എന്നുള്ളതാണ് അതിൽ നിന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തത്, ഇത് പട്ടിണിയുടെ വില അറിയാനുള്ളതാണെന്നാണ് പറയാം. അത് ഇപ്പം തള്ളി മറിക്കാറില്ല കേട്ടോ. അതെന്താ കാരണം എന്ന് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. പിന്നെ ഉള്ളത് ആത്മസംസ്കരണത്തിന് വേണ്ടിയാണുള്ളത്. അത് പിന്നെ വളരെ കറക്റ്റാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മദ്രസ പീഡനം നമ്മളെടുക്കുക. 11 മാസവും മദ്രസ പീഡനമാണ്, 1 മാസം മദ്രസ പീഡനമില്ല. ശരിയാണ്, ആത്മസംസ്കരണം. അപ്പോൾ 11 മാസം ബോംബും 1 മാസം നോമ്പും. വളരെ കൃത്യമാണ്, ആത്മസംസ്കരണം നടക്കുകയാണ് എൻ്റെ പൊന്ന സുഹൃത്തുക്കൾ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പട്ടിണിയുടെ വില ഒന്ന് നമുക്ക് അറിഞ്ഞു കളയാം. അതിലേക്ക് നമുക്ക് കടക്കാം. ആദ്യം ചെസ് നമ്പർ 1, ഉന്നക്കായ. ഔദു ബിഡിംഗനാഹി മിനൽ ലുട്ടാഖിർ റജീം ബിസ്മിൽ ഡിംഗനാഹി റഹ്മാനിർ റഹീം. കൊള്ളാം, അതവിടെ ഇരിക്കട്ടെ. അടുത്തത് കായ്പള. സാധാരണ അള്ളാഹുമ്മ ലക്കസുംതു അലാ റിസ്കിക അഫ്തർതു എന്നാണ് നമ്മൾ സുന്നികൾ പറയാറുണ്ടായിരുന്നു. വേറെ എന്തോ മുജാഹിദുകൾ വേറെ പറയട്ടോ, അത് അവർ തമ്മിൽ അടി കൂടട്ടെ, നമുക്കിതാണല്ലോ വലുത്. ഡിങ്കാഹു ലക്കസുംതു അലാ റിസ്കിക അഫ്തർതു. പിന്നെ സമൂസ ഉണ്ട്, ഓക്കെ, കട്ട്ലറ്റ് ഉണ്ട്. എല്ലാം ഞാൻ കഴിച്ചു കഴിഞ്ഞിട്ട് പ്ലേറ്റിന്റെ പടം ഞാനിടാം. അപ്പോൾ എല്ലാവർക്കും കള്ളപ്പട്ടിണി ദിനാശംസകൾ. കള്ളപ്പട്ടിണി മാസാശംസകൾ. 11 മാസം ബോംബ്, 1 മാസം നോമ്പ്. എന്റെ മതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, മറ്റുള്ള എല്ലാ മതങ്ങളെയും ഞാൻ ബഹുമാനിക്കുന്നു.
അതാണ് ശരി. എന്റെ മതം ശരിയായതുകൊണ്ട് മറ്റൊരു മതം മോശമാണെന്നോ അല്ല അവർ ചെയ്യുന്ന പ്രവൃത്തികൾ മോശമാണെന്നോ അല്ല. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം മതേതരമാണ്. എല്ലാ മതത്തിലുള്ളവരും ഒരുമിച്ച് താമസിക്കുന്ന മതമില്ലാത്തവരെ ബഹുമാനിക്കുന്നു. വിശ്വസിക്കുക എന്നുള്ളത് എന്റെ മാത്രം കൺസേൺ ആണ്. ഏത് മതത്തിൽ വിശ്വസിക്കണം എന്നുള്ളത് എന്റെ കൺസേൺ ആണ്. അതുകൊണ്ട് അതിന് നമുക്കിപ്പോ മറ്റൊരാളുടെ മതത്തിലെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തത് തെറ്റാണെന്നോ ഇപ്പൊ പാർട്ടി ബേസിൽ പറഞ്ഞു ഒരു പാർട്ടി ഒരു മതത്തിലേക്ക് മാത്രം ഒതുങ്ങി പോകുന്നു. സത്യമുള്ള രാഷ്ട്രീയ സംഘടനകൾ എപ്പോഴും മതേതരമായിട്ട് പ്രവർത്തിക്കണം. എല്ലാ മതത്തിലുള്ളവർക്കും വേണ്ടി പ്രവർത്തിക്കണം, എല്ലാ മനുഷ്യർക്കും വേണ്ടി പ്രവർത്തിക്കണം. മതേതര പാർട്ടികൾ എന്ന് പറയുന്ന ആളുകൾ പോലും മതപ്രീണനമല്ലേ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഒരു എന്താ സ്പെഷ്യൽ ആയിട്ടുള്ള മതത്തില് അവരുടെ വോട്ട് ചോദിക്കുക അല്ലെങ്കിൽ അങ്ങനെ മതപരമായ രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ഞാൻ പേരെടുത്ത് പറയുന്നില്ല. മതപരമായ രാഷ്ട്രീയ പാർട്ടികളും അവരുമായിട്ട് സഖ്യം ചേർന്ന് പ്രവർത്തിക്കുന്നവരും ഒക്കെ ഉണ്ട്. പക്ഷെ എന്റെ ഒരു പേഴ്സണൽ പെർസ്പെക്റ്റീവില് രാഷ്ട്രീയം എന്ന് പറയുന്ന രാഷ്ട്രത്തെ സംബന്ധിക്കുന്ന രാഷ്ട്രത്തെ പൗരന്മാരെ സംബന്ധിക്കുന്നതാണ്. അതിലൊരിക്കലും മതം കടന്നു വരാതിരിക്കുക. കാര്യം മതം ഒരു അളവിൽ കൂടുതൽ മതം കടന്നു വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മനുഷ്യനെ ഭിന്നിപ്പിക്കും. 2 ഉം 3 ഉം കെട്ടി അതിലും തൃപ്തി വരാതെ ഇസ്രയേൽ എന്ന് പറയുന്ന ജൂതരാഷ്ട്രത്ത് പോയിട്ട് അവിടെയും പോയിട്ട് കള്ളബോംബ് പൊട്ടിക്കുന്ന മോനുണ്ടല്ലോ, ഇസ്ലാമിന്റെ ഉരുപൊട്ടിക്കാൻ വേണ്ടിയാണ് ഇവനിപ്പോ ഈ റംലാൻ മാസത്തിൽ ഈ ഒരു സംഭവമായിട്ട് വന്നിരിക്കുന്നത്. അരവണ കഴിച്ചും കേക്ക് മുറിച്ചുമൊക്കെ ഇവൻ കുരുപൊട്ടിച്ചെന്നാ പറയുന്നത്. എടാ, നിന്റെ ദേഹത്ത് ഒരു പൂഴി മണ്ണിടാൻ നീ ഇത്രയൊക്കെ ഇവിടെ കിടന്ന് ബഹളം കാണിച്ചിട്ട് ഒരു പൂഴി മണ്ണ് നിന്റെ ദേഹത്ത് നുള്ളിയിടാൻ അല്ലെങ്കിൽ നിനക്കെതിരെ ഒരു കേസ് കൊടുക്കാൻ ഏതെങ്കിലും ഒരു മുസ്ലിം രംഗത്ത് വരുന്നത് നീ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? വരുത്തില്ല. കാരണം എന്താ അറിയാ, നീ നല്ല ജനിസിന് ഉണ്ടായതല്ല, നീ ഇല്ല. അതുകൊണ്ടാണ് നിനക്കെതിരെ ആരും വരാത്തത്. പക്ഷേ ഇവിടുത്തെ നിയമ സംവിധാനങ്ങളുണ്ടല്ലോ, ഈ രാജ്യത്തെ ഒരു മതത്തെയും ആ മതത്തിന്റെ വിശ്വാസങ്ങളെയും കുറിച്ചിട്ട് ഇത്രയും മോശമായി വൾഗറായി ചിത്രീകരിക്കുമ്പോൾ ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾക്ക് സ്വമേധിയ ഇതിനെതിരെ കേസെടുക്കാൻ പറ്റും. അതിന് പോലും തയ്യാറാകുന്നില്ല നമ്മുടെ നിയമ സംവിധാനങ്ങൾ എന്നുള്ളതാണ് ഉള്ളത്. വളരെ ഖേദകരമാണ്. ഈ പരിശുദ്ധ റമദാനിൽ 11 മാസം തിന്നുകൊഴിച്ച് സകലമാന തെണ്ടിത്തരവും പോക്കൃതരവും കാണിച്ച് നടക്കുന്ന ഒരു കള്ളുകുടിയനാണെങ്കിൽ പോലും അവൻ ഈ ഒരു മാസത്തെ ബഹുമാനിക്കും നമ്മൾ കാണാറുണ്ട് അല്ലേ? കാരണം അവൻ കള്ളുകുടിയൊക്കെ നിർത്തി അവൻ വളരെ മാന്യമായി പള്ളിയിൽ പോകുന്നു, അവന്റെ പ്രാർത്ഥനകൾ ചെയ്യുന്നു, കൂടുന്നു. അപ്പം ഇവനെ പോലുള്ള ക്ഷുദ്രജീവികൾ അല്ലെങ്കിൽ ഇവനെ പോലെ സാത്താന്റെ സന്തതികൾ, കാരണം ഇവൻ മനുഷ്യനുണ്ടായതല്ല എന്നുള്ളത് ഇവന്റെ ആ രൂപവും ഭാവവും കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. നീയല്ല, നിന്റെ 10 ജന്മം ഇനി ഉണ്ടായാലും നീ ഇതിന്റെ അപ്പുറം കാണിച്ചാലും മനുഷ്യന് പറക്കാത്ത ക്ഷുദ്രജീവി ഇവിടെ ഒരുത്തന്റെ കുരു പൊട്ടൂല കേട്ടോ. അതാദ്യം നീ മനസ്സിലാക്കുക. പിന്നെ നിനക്ക് മറുപടി പറയുമ്പോൾ അത് കുരുപൊട്ടലായിട്ടാണ് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ പൊട്ടി ഒലിക്കുന്ന ചലം നിന്റെ അണ്ണാക്കിലിട്ട് നീ നിർവൃതി അടഞ്ഞോ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും നല്ല കുമ്മൻ ഇടി കിട്ടിക്കഴിഞ്ഞാൽ തീരാവുന്ന ഒരു ചെറിയ പ്രശ്നം മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. പക്ഷേ ഈ സെപ്റ്റി ടാങ്കിനൊക്കെ തൊട്ടാൽ നാറുമെന്നുള്ളത് കൊണ്ടാണ് ഈ നാട്ടില് നല്ല ആൺകുട്ടികൾ, നല്ല തന്തയ്ക്കും തള്ളയ്ക്കും ജനിച്ചിട്ടുള്ള ആൺകുട്ടികളുള്ള ഈ നാട്ടിൽ അവർ നാറും എന്നുള്ളത് കൊണ്ടാണ് നായെ നിന്നെ തൊടാത്തത്. അതുകൊണ്ട് നീ പറയാനുള്ള പറഞ്ഞു, നീ തിന്ന് കേറ്റിക്കോ. ഇത്ര നാള് ഈ സംഘപരിവാറിൻ്റെത് തിന്നും നുണഞ്ഞും ജീവിക്കോ എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണുന്നുണ്ട്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതിനുള്ളൊരു മറുപടി എന്തായാലും നമുക്ക് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. അത് നിങ്ങൾ കൊടുക്കുമെന്ന് എനിക്കറിയാം. അപ്പൊ അടുത്തൊരു വീഡിയോ നമ്മൾ വീണ്ടും കാണും. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ.